ക്രിസ്മസ് ദിനത്തിൽ പള്ളികളിലൊക്കെ എത്രമാത്രം അലങ്കാരം ഉണ്ടാകും, പുൽക്കൂടുണ്ടാകും, നക്ഷത്രങ്ങൾ ഉണ്ടാകും. പക്ഷെ ഈ പള്ളിയിൽ അതൊന്നുമില്ല. അതെല്ലാം അവർ മാറ്റിവെച്ചു. ഈ ജനതയ്ക്ക് വേണ്ടി ഇവരെല്ലാവരും ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. ഈ 10 മണിക്ക് തന്നെ ഇത് ആരംഭിച്ചു. ഇന്ന് പ്രാർത്ഥനയും മറ്റ് പരിപാടികളൊക്കെ ആയിട്ട് ഇന്ന് എല്ലാവരും ഇവിടെ കൂടുകയാണ്. ഇന്നിവരുടെ നിരാഹാര സമരമാണ്. ഇവരുടെ വീടുകളിലൊന്നും ആഹാരം വെക്കുന്നില്ല. എല്ലാവരും ഇവിടെ നിരാഹാര സമരത്തിലിരിക്കുകയാണ്. വൈകുന്നേരം 5 മണി വരെയാണ് ഇവരുടെ നിരാഹാര സമരം. ഇന്ന് ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നു, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. ഞാൻ മാമംഗലം സ്വദേശിയാണ്. അപ്പോൾ കഴിഞ്ഞ സൺഡേയിൽ ഞങ്ങൾ ഇടവകയിൽ നിന്ന് എല്ലാവരും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് ഇവിടെ ഇന്ന് ഈ സമരം എല്ലാവരും കൂടി നടത്തണമെന്ന്. അപ്പോൾ അതിന് പങ്കുചേരാൻ ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ഈ മുനമ്പം നിവാസികൾക്ക് അവർക്ക് അവകാശപ്പെട്ട ഭൂമിയും കിടപ്പാടവും തിരിച്ചു കിട്ടണമെന്ന് ഒരു ഇതിനു വേണ്ടി ഞങ്ങൾ അതിൽ പങ്കുകൊള്ളണേന്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ആഘോഷങ്ങൾ മാറ്റിവെച്ച് ഇവരോടൊപ്പം ചേർന്നിട്ട് രഞ്ജിത്ത്, അതാണ് മറ്റിടവകയിലുള്ളവർ പോലും അവരുടെ ഇന്നത്തെ ആഘോഷങ്ങൾ മാറ്റിവെച്ച് മുനമ്പൻ നിവാസികൾക്ക് വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ബിനിച്ചേട്ടാ. ഇന്ന് തുടക്കം മുതൽ തന്നെ ഈ സമരമുഖത്തുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നുണ്ട്. ഇന്ന് അത്രയേറെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട സന്തോഷത്തിൻ്റെ ഒരു ദിവസം പോലും നിങ്ങൾ മാറ്റിവെച്ച് ഈ സമരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, ഞങ്ങൾ 33 വർഷമായിട്ട് പണം കൊടുത്ത് വാങ്ങിയ ഭൂമി ഒരു നോട്ടീസോ ഒരറിയിപ്പോ ഒന്നുമില്ലാതെ കരമടക്കാൻ ചെന്നപ്പോൾ ഇത് നിങ്ങളുടെ ഭൂമിയല്ല, ഇത് വഖഫ് ബോർഡിന്റെ ഭൂമിയാണെന്ന് പറയുന്ന ഒരു കാട്ടുനീതിയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. 610 കുടുംബങ്ങൾ സാമൂഹ്യവാദമോ സമത്വ ചിന്താഗതിയോ അതല്ലെങ്കിൽ മതേതരത്വ ബോധമോ ഉള്ള ഒരു മനുഷ്യർക്കും ഇത് അംഗീകരിക്കാൻ പറ്റുകയില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ മുകളിൽ തന്നെ ഭരണഘടന തരുന്ന ലിമിറ്റേഷൻ ആക്ട്, അതായത് 30 വർഷം ഒരു സർക്കാർ ഭൂമിയിൽ താമസിച്ചാൽ പോലും അവർക്ക് പെർമനന്റായി താമസിക്കുന്നതിന് ഗവൺമെന്റ് പട്ടയം കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെല്ലാം മേലേല് ഞങ്ങൾ 33 വർഷമായിട്ട് പണം കൊടുത്ത് വാങ്ങിയ ഭൂമി, അതിനു മുമ്പേ നൂറ്റാണ്ടുകളായിട്ട് താമസിക്കുന്ന ഭൂമി, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ റെക്കോർഡ് അനുസരിച്ചിട്ട് മഞ്ഞുമാതാ പള്ളിയിൽ ഇപ്പോൾ ആ റെക്കോർഡ് അനുസരിച്ചിട്ട് മാമോദിസ സ്വീകരിച്ചത് 1870-ലാണ്. അത് ഈ കടപ്പുറത്തിൻ്റെ ഞങ്ങളുടെ ഒരു അമ്മൂമ്മയാണ്. അപ്പോൾ അത്രയും വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള താമസക്കാരായിട്ടുള്ള ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഒരറിയിപ്പുമില്ലാതെ നിഷേധിച്ചതിൽ ഉള്ള പ്രതിഷേധം അത് തീർന്നു കിട്ടുന്നത് വരെ വഖഫ് ബോർഡിന്റെ അവസ്ഥയിൽ നിന്നും മാറ്റി ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും സ്ഥാപിച്ച് കിട്ടുന്ന സമയം വരെ ഞങ്ങൾ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പം മാറ്റപ്പെടേണ്ടതായിട്ടുള്ള നിയമങ്ങൾ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് മാറേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഞങ്ങളുടെ വീടുകളിൽ നക്ഷത്രങ്ങൾ തൂക്കാതെ ഞങ്ങൾ ഇവിടെ ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഈ ദിവസം ഞങ്ങൾ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. രഞ്ജിത്ത്, കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് അവർക്ക് അത്രയേറെ ദുഃഖത്തിന്റെ ദിവസം കൂടിയാണ്. അമ്മ, ഇന്ന് ക്രിസ്മസ് നിങ്ങളുടെ വലിയ ആഘോഷമാണ്. പക്ഷേ ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങളിവിടെ നിരാഹാരം ഇരിക്കുന്നത്, വെള്ളം പോലും കുടിക്കാതെ കുടുംബമായിട്ട് കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ നിരാഹാരം ഇരിക്കുന്നത് ഞങ്ങളുടെ റവന്യൂ അവകാശത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ കൈവശം വെച്ച് ഞങ്ങൾ അനുഭവിച്ചു പോന്നിരുന്ന, ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച ഭൂമിയിൽ മറ്റൊരുത്തൻ അവകാശപ്പെട്ട് വരുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന വേദന ഇന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ അറിയേണ്ടതാണ്. അവർ ഇതേവരെ ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ 10-36 വർഷങ്ങളായി ഞങ്ങളുടെ റവന്യൂ അവകാശം കൈവശം വെച്ച് ഞങ്ങൾ സകലവിധ കാര്യങ്ങളും ചെയ്തു വന്നിരുന്നൊരു പെര വെക്കാനോ അല്ലെങ്കിൽ കല്യാണ ആവശ്യങ്ങൾക്കാ കുഞ്ഞുങ്ങളുടെ പഠിപ്പ് കാര്യങ്ങൾക്കാ എല്ലാം ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ഞങ്ങളുടെ ഈ വസ്തുവാണ്. ഞങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്താലും ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത് 10 മണ്ണാണ്. അവരും വന്ന് താമസിക്കുന്നത് ഈ കടപ്പുറത്ത് തന്നെയാണ്. ഞങ്ങൾ കടലിൽ ഈ മത്സ്യത്തൊഴിലാളികളായ ഞങ്ങൾ പട്ടിണിപ്പാവങ്ങളായ ഞങ്ങൾ മുഴുവയറ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അരവയറാണ്, വിശപ്പ് തീരാത്ത ഞങ്ങൾ. അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ ഭൂമി മറ്റൊരുത്തൻ അവകാശപ്പെട്ടാൽ ഞങ്ങൾ മരിച്ചു വീണാലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല. ഞങ്ങൾക്ക് ന്യായമായ കാര്യങ്ങൾ പാലിച്ച് കിട്ടണം. ഭരണാധികാരികളായാലും കോടതി മുഖേനയായാലും ഞങ്ങളുടെ കേസുകൾ ഞങ്ങൾക്ക് നേരെ
കൊടുത്തിരിക്കുന്ന കേസുകളും കൂടി പിൻവലിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു ശാശ്വത പരിഹാരം തന്ന് ഞങ്ങളുടെ ആശങ്കയെല്ലാം ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകേണ്ടത്. അല്ലാതെ കുറച്ച് ഞങ്ങൾക്ക് തീർപ്പുണ്ടാക്കി കുറച്ച് ഞങ്ങൾക്ക് ആശ്വാസം തന്നു അതൊരിക്കലും ഞങ്ങൾക്ക് ആശ്വാസമാകില്ല. ഒരു വിധത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തലമുറകൾക്ക് ഇനി ഈ വക്കപ്പെന്ന നിയമം ഞങ്ങളുടെ നേരെ തീണ്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾക്കത് തീണ്ടലാണ്, ഞങ്ങളുടെ അവകാശമാണ് ഇത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ പൂർവികന്മാരായിട്ട് ഇവിടെ താമസിച്ച് കടൽ കയറി കോളേജിന് പോലും അവകാശമില്ലാത്ത ഒരു ഭൂമിയാണ് ഇത്. കടൽ വെച്ച ഭൂമിയാണ്. അവർ നഷ്ടപ്പെട്ട ഭൂമി, അവർ കടലിൽ കിടക്കണ്ടാവും ആ ഭൂമി. അത് ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുണ്ടാക്കി, ഞങ്ങൾ വൃക്ഷഫലങ്ങളുണ്ടായി, ഞങ്ങൾ തരിശു ഭൂമിയായിരുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വസ്തുവിന് ഇപ്പം അവകാശപ്പെട്ടു വന്നാൽ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഒരു കുഞ്ഞു പോലും മരിച്ചു വീഴുന്നത് വരെ ഞങ്ങൾ പോരാടും, ശക്തിയായിട്ട് തന്നെ പോരാടും. ഇതിൽ നിന്ന് പിന്മാറ്റമില്ല. ഞങ്ങളുടെ പോരാട്ടം വർദ്ധിക്കല്ലാതെ ഇത് തണുത്തു പോകില്ല. തണുത്തു പോയെന്നാണ് ചിലർ പറയണത്. പക്ഷേ ഞങ്ങൾ തണുപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ചൂട് പിടിച്ച് തന്നെ ഞങ്ങൾ ഇരിക്കും. ഞങ്ങളുടെ ജീവിതവും ജീവനും ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരം നിർത്തണില്ല. ഞങ്ങളുടെ പൂർണ്ണ അധികാരം ഞങ്ങൾക്ക് കൈവരുന്നതുവരെയും ഈ സമരം നിർത്തൂല. ഞങ്ങൾ ഇത്രയും പേര് ഞങ്ങളിവിടെ ഇതിലും കൂടുതൽ പേരുണ്ട് ഇവിടെ. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇന്ന് വിശപ്പനുഭവിച്ച് ദാഹം അനുഭവിച്ച് കുഞ്ഞുങ്ങളടക്കം ഇരിക്കുന്നത്. ഞങ്ങളുടെ വസ്തുവിന് ഒരു പരിഹാരം ഉണ്ടാകണം. അധികാരികളുടെ കണ്ണ് തുറക്കണം. രഞ്ജിത്ത്, അത് തന്നെയാണ് ഇന്നിവരുടെ ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് ഈ സമരവേദിയിൽ ഇരിക്കുന്നത്. ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം അല്ല അവർക്ക് വേണ്ടത്. അവരുടെ റവന്യൂ അവകാശങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടുക, അവരുടെ ഭൂമി അവർക്ക് തന്നെ നൽകുക എന്നൊരു ആവശ്യം മാത്രമാണ് അവർ ഉന്നയിക്കുന്നത്. ചേച്ചി, കുടുംബങ്ങൾക്കൊപ്പം ഇരിക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു ഭൂമിയിൽ സമരത്തിൽ പങ്കെടുക്കുന്നത്. അതെ, ഇന്നെന്ന് വെച്ചാൽ നമ്മൾ കുടുംബങ്ങളായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥനയും ഭക്ഷണം കഴിക്കാനും എല്ലാം ചെയ്യേണ്ട ഒരു അവസരത്തിൽ നമ്മൾ ഈ പള്ളിമുറ്റത്ത് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ റവന്യൂ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് എന്തായാലും അത് നമ്മൾക്ക് ലഭിക്കുന്നത് വരെയും നമ്മൾ ഈ സമരത്തിൽ പോരാടും. ഇന്ന് പ്രായഭേദമന്യേ പ്രായമായവരും കുട്ടികളും എല്ലാവരും ഈ സമരത്തിൽ നിരാഹാരമാണ് ഇരിക്കുന്നത്. അല്ലാതെ വെറുതെ വന്നിരിക്കുന്നതല്ല, നിരാഹാരമാണ്. എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ഈ ക്രിസ്തു ജനിച്ച ദിവസത്തിൽ എല്ലാവരും സന്തോഷത്തിൽ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വീട്ടിൽ കൂടേണ്ട ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നമ്മളുടെ റവന്യൂ അവകാശത്തിന് വേണ്ടിയാണ്. അത് നേടിയെടുക്കുന്നവരെ നമ്മളെന്തായാലും ഈ സമരത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഊർജ്ജസ്വലതയോടെ ഇതിലും ശക്തമായി മുന്നോട്ട് തന്നെ പോകും നേടിയെടുക്കുന്നവർ. കഴിഞ്ഞിട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഒരു കുഞ്ഞ് മകൾ അവിടെ ഈ സമരപ്പന്തലിൽ എത്തിയിട്ടുണ്ട്. അവളുടെ അമ്മയോടൊപ്പമാണ് ഇവിടെ എത്തിയത്. അതുപോലെ നിരവധി കുട്ടികൾ, അവരുടെയൊക്കെ ഈ ദിവസം കൂട്ടുകാരും ഒപ്പം കുടുംബത്തിലെ അംഗങ്ങളും ഒക്കെ ആയിട്ട് ഒത്തുകൂടി സന്തോഷിച്ച് ഉല്ലസിച്ച് നിൽക്കേണ്ട സമയമാണ്. പക്ഷേ ഈ സമരമുഖത്ത് വന്നിരിക്കേണ്ട ഒരു സാഹചര്യം അവരിലേക്ക് വരുന്നത് ഈ സമരവേദി നിറഞ്ഞിരിക്കുകയാണ്. കാരണം ഈ 300-ലധികം വരുന്ന കുടുംബങ്ങളിലെ ഓരോ അംഗങ്ങൾ വീതം ഇവിടെ സമരത്തിൽ ഇരിക്കുകയാണ്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റ് ഇടവകയിലുള്ള ആളുകളും എത്തിയിട്ടുണ്ട്. ഒപ്പം പ്രതിപക്ഷ നേതാവ് എത്തും. അങ്ങനെ ഇന്ന് മുനമ്പൻ നിവാസികളുടെ ഈ ഒരു സമരത്തിന് വലിയൊരു ഐക്യദാർഢ്യമാണ് കിട്ടുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഇന്ന് ഇവർ ആഘോഷിക്കേണ്ട ദിവസമാണ്. ഇവരുടെ ക്രിസ്മസ് ദിനമാണ്. ഇവർ അത്രയേറെ സന്തോഷിക്കേണ്ട ദിവസമാണ്. പക്ഷേ ആ ദിവസത്തിൽ പോലും ഇവിടെ വന്ന് നിരാഹാരം ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവരെ നയിച്ചിരിക്കുകയാണ്. ഇവരുടെ ഭൂമി അത് വക്കപ്പിൻ്റെതല്ല, അത് കൃത്യമായിട്ടുള്ള രേഖകൾ അവരുടെ കയ്യിലുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ജുഡീഷ്യൽ കമ്മീഷനെ സമീപിക്കുകയും ഈ രേഖകൾ കൈമാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവർ ജുഡീഷ്യൽ കമ്മീഷനിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്, സർക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്, കോടതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഇവർക്ക് ഇവിടം വിട്ട് പോകേണ്ടി വരില്ല എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. അവർക്കൊപ്പം നമ്മൾ എല്ലാവരുമുണ്ട്. ഈ ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ, ഇവരുടെ ഈ നിരാഹാരത്തിലെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ ഞങ്ങളും ഇവർക്കൊപ്പം ചേരുകയാണ്.